ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഖ്യപ്രതികളായ കൊടിസുനിക്കും അണ്ണൻ സിജിത്തിനും ജയിലിനുള്ളിൽ വഴിവിട്ട സൗകര്യങ്ങൾ ഒരുക്കി പണം തട്ടിയ ജയിൽ ഡിഐജി എം.കെ. വിനോദ് കുമാർ ഒടുവിൽ കുടുങ്ങുമ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. കൊടിസുനി 1.80 ലക്ഷം രൂപയും അണ്ണൻ സിജിത്ത് 45,000 രൂപയുമാണ് ഡിഐജിക്ക് ഗൂഗിൾ പേ വഴി കൈക്കൂലിയായി നൽകിയത്. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ ലഭിച്ചതോടെ വിനോദ് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്യും. ഇതൊരു കാവ്യനീതിയാണ്. ടി.പി.യെ കൊന്നവരെ സംരക്ഷിക്കാൻ ഒത്താശ ചെയ്തതിനുള്ള ശിക്ഷ. നേരിട്ട് പണം വാങ്ങുന്നതിന് പകരം തടവുകാരുടെ ബന്ധുക്കൾ വഴിയാണ് വിനോദ് കുമാർ ഇടപാടുകൾ നടത്തിയിരുന്നത്. അണ്ണൻ സിജിത്തിന്റെ ബന്ധുവിന്റെ ഫോൺ നമ്പറിൽ നിന്ന് പണം കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചു. കൂടാതെ ഡിഐജിയുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം എത്തിയിരുന്നു. ഇവരുടെ അക്കൗണ്ടിൽ നിലവിൽ 40 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്നും ഇത് അനധികൃത സ്വത്ത് സമ്പാദനമാണെന്നാണ് വിജിലൻസിന്റെ നിഗമനം. ജയിൽ സൂപ്രണ്ടായിരുന്ന കാലം മുതൽ വിനോദ് കുമാർ അഴിമതികളിൽ പങ്കാളിയായിരുന്നു. മയക്കുമരുന്ന് ജയിലിനുള്ളിലേക്ക് എത്തിക്കുന്നതിനും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും മൗനാനുവാദം നൽകിയിരുന്നു. ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ കൊടിസുനി കൊട്ടേഷനുകൾ ആസൂത്രണം ചെയ്ത് പോലീസ് കണ്ടെത്തിയിട്ടും കണ്ണൂർ ജയിൽ സൂപ്രണ്ടായിരുന്ന വിനോദ് കുമാർ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. CPM നേതാക്കളുമായുള്ള ബന്ധം ഉപയോഗിച്ച് ഇത്തരം പരാതികളെല്ലാം ഇയാൾ ഒതുക്കി തീർക്കുകയും ചെയ്തു. ടി.പി. പ്രതികൾക്ക് പുറമെ കണിച്ചുകുളങ്ങര കേസിലെ പ്രതികളായ സജിത്തിനും ബിനീഷിനും ജയിലിൽ പരിഗണന നൽകിയതും വിവാദമായിരുന്നു. വിരമിക്കാൻ വെറും 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് അഴിമതി കഥകൾ പുറത്തുവരുന്നത്. വിനോദ് കുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനും കൈക്കൂലിക്കും പ്രത്യേക കേസുകൾ വിജിലൻസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. കണിച്ചുകുളങ്ങര എവറസ്റ്റ് ചിട്ടി ഫണ്ട് ഉടമകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ സജിത്തിനും ബിനീഷിനും ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി നൽകിയെന്നത് വിവാദമായിരുന്നു. മറ്റ് തടവുകാർക്ക് ലഭിക്കാത്ത പരിഗണന ഇവർക്ക് ലഭിക്കാൻ വിനോദ് കുമാർ ഇടപെട്ടു എന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. CPM അനുകൂല നിലപാടുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം പാർട്ടിയോട് മമതയില്ലാത്ത മറ്റ് ജയിൽ ഉദ്യോഗസ്ഥരോട് പകപോക്കൽ നടത്തിയിരുന്നതായി പരാതികളുണ്ട്. ജയിൽ വകുപ്പിലെ സ്ഥലമാറ്റങ്ങളിലും അച്ചടക്ക നടപടികളിലും പാർട്ടി താൽപര്യം സംരക്ഷിക്കാൻ ഇദ്ദേഹം നിലകൊണ്ടു എന്നതായിരുന്നു ആക്ഷേപം. ജയിലിനുള്ളിലേക്ക് കഞ്ചാവും മയക്കുമരുന്നും കടത്തുന്ന മാഫിയയുമായി വിനോദ് കുമാറിന് ബന്ധമുണ്ടെന്ന് വിജിലൻസ് സംശയിക്കുന്നു. സൂപ്രണ്ടായിരുന്ന കാലം മുതൽ തടവുകാരിൽ നിന്ന് പണം വാങ്ങി ഇത്തരം നിരോധിത വസ്തുക്കൾ അകത്തെത്തിക്കാൻ ഇയാൾ സഹായം ചെയ്തിരുന്നതായി സൂചനകളുണ്ട്. ഇതിലേക്കും അന്വേഷണം കടക്കും. ജയിലിലേക്ക് പുതിയതായി എത്തുന്ന സാമ്പത്തിക ശേഷിയുള്ള റിമാൻഡ് തടവുകാരിൽ നിന്ന് ജയിലിനുള്ളിൽ നല്ല സെല്ലും മറ്റ് സൗകര്യങ്ങളും ലഭിക്കുന്നതിനായി നിശ്ചിത തുക കൈക്കൂലിയായി വാങ്ങുന്നുവെന്ന് സംശയമുണ്ട്. ഇതിലേക്കും അന്വേഷണം നീളും.